അക്കാഡമിയുടെയും അമ്പലമുക്ക് എഡ്യൂക്കെയറിന്റെയും ഓൺലൈൻ ക്ലാസ്സുകളുടെ ഭാഗമായുള്ള വീഡിയോ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ശ്രീജേഷ്. ഞാൻ തഴവ ഓറിയൻ അക്കാഡമിയിൽ മാത്സ് വിഭാഗം കൈകാര്യം ചെയ്യുന്നു. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഗണിതശാസ്ത്രത്തിലെ മാത്തമാറ്റിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന പാഠഭാഗമാണ്. ഈ സമാന്തര ശ്രേണി 10ാം ക്ലാസ് SLC പരീക്ഷയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്ററുകളിലൊന്നാണ്. 10ാം ക്ലാസ്സിൽ ഏകദേശം 5-6 ചാപ്റ്ററോളം ഇതേപോലെ പ്രാധാന്യമുള്ള ഉണ്ടെങ്കിലും അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ എന്ന് നമുക്ക് ഇതിനെ വിലയിരുത്താം. ആദ്യമായി നമുക്ക് ശ്രേണികൾ എന്താണെന്ന് നോക്കാം. ഇവിടെ സംഖ്യാശ്രേണികളാണ് നമ്മൾ പഠിക്കുന്നത്. സംഖ്യാശ്രേണികൾ എന്തെന്ന് വെച്ചാൽ ഈ സംഖ്യകളെ, ഒരു കൂട്ടം സംഖ്യകളെ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യുന്ന, ക്രമീകരിച്ചിരിക്കുന്ന രീതിക്കാണ് ശ്രേണികൾ അല്ലെങ്കിൽ സംഖ്യാശ്രേണികൾ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു സംഖ്യാശ്രേണിയാണ് സമാന്തര ശ്രേണികൾ അഥവാ അരിത്മെറ്റിക് സീക്വൻസ്. ഈ അരിത്മെറ്റിക് സീക്വൻസിന് മറ്റൊരു പേര് കൂടിയുണ്ട്, അരിത്മെറ്റിക് പ്രോഗ്രഷൻ. അതുകൊണ്ട് തന്നെ ഈ അരിത്മെറ്റിക് സീക്വൻസിനെ ചുരുക്കി നമ്മൾ AP എന്ന് സംബോധന ചെയ്യും. ക്യാപിറ്റൽ A, ക്യാപിറ്റൽ P എന്ന അബ്രിവേഷൻ ഉപയോഗിച്ച് AP എന്ന് സംബോധന ചെയ്യാറുണ്ട്. അപ്പോൾ AP എന്ന് ഇനി ഇടയ്ക്കിടയ്ക്ക് കേൾക്കുമ്പോൾ അത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ് അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഇനി നമുക്ക് സമാന്തര ശ്രേണികൾ എന്താണെന്ന് നോക്കാം. ഇവിടെ സമാന്തര ശ്രേണികൾ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം സംഖ്യകളാണ് ഇവിടെയും വരുന്നത്. ഈ ഒരു കൂട്ടം സംഖ്യകൾ വരുന്ന രീതിക്ക് പ്രാധാന്യമുണ്ട്, പ്രത്യേകതയുണ്ട്. അതായത് ഒരു ശ്രേണിയിൽ ഒരേപോലെ ഒരു കൃത്യതയോടുകൂടി സംഖ്യകൾ കൂടി വരികയോ കുറഞ്ഞു വരികയോ ചെയ്യുന്ന രീതിക്കാണ് സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഒരു പ്രത്യേക രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ കൂടുകയും ചെയ്യാം, കുറയുകയും ചെയ്യാം. അപ്പൊ ഒരു ശ്രേണിയിൽ സംഖ്യകൾ ഒരു പ്രത്യേക രീതിയിൽ കൃത്യതയോടുകൂടി കൂടി വരികയോ കുറഞ്ഞു വരികയോ ചെയ്യുന്ന ശ്രേണികളെ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ കൃത്യതയോടുകൂടി ആ കൂടി വരുന്ന സംഖ്യയ്ക്ക് ഒരു പ്രത്യേക പദം നമ്മൾ ടേം ഉപയോഗിക്കാറുണ്ട്. ആ ടേമാണ് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം. അതായത് ഇനി നമുക്ക് സമാന്തര ശ്രേണിയെ ഇപ്രകാരം നിർവചിക്കാം. ഒരു ശ്രേണിയിൽ പൊതുവ്യത്യാസം ഉണ്ടെങ്കിൽ അതിനെ അറിയപ്പെടുന്ന പേരാണ് സമാന്തര ശ്രേണി. പൊതുവ്യത്യാസം എന്ന് വെച്ചാൽ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എക്സിസ്റ്റ് ചെയ്യുന്ന സീക്വൻസ് എന്ന് വെച്ചാൽ ശ്രേണിയാണ്. കോമൺ ഡിഫറൻസ് എക്സിസ്റ്റ് ചെയ്യുന്ന സീക്വൻസുകളെ, കോമൺ ഡിഫറൻസ് ഉള്ള ശ്രേണികളെ, സീക്വൻസുകളെ അറിയപ്പെടുന്ന പേരാണ് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന് നമുക്ക് ചുരുക്കി പറയാം. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു ശ്രേണി പരിചയപ്പെടുത്താൻ പോവുകയാണ്. ദാ ബോർഡിലേക്ക് നോക്കാം. 2, 4, 6, 8 എക്സെട്ര. ഇവിടെ ഈ ശ്രേണി എഴുതിയ രീതി ആദ്യം പരിശോധിക്കുക. ഈ ശ്രേണി എഴുതിയപ്പം ഇതിലെ ഓരോ പദങ്ങൾ അഥവാ ടേംസ്, ഇത് ഓരോന്നും ഓരോ പദങ്ങൾ അല്ലെങ്കിൽ ടേംസ് എന്നറിയപ്പെടും. ഈ ഓരോ പദങ്ങൾക്ക് ശേഷവും ഞാൻ കോമ യൂസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ അവസാനം 3 കുത്തികൾ അല്ലെങ്കിൽ 3 ഡോട്ടുകൾ യൂസ് ചെയ്തേക്കുന്നു. ഇതിനെ എക്സെട്ര എന്നറിയപ്പെടും. 3 ഡോട്ടുകൾ. ഈ 3 ഡോട്ടുകളെ എക്സെട്രയെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി എക്സെട്രയ്ക്ക് ശേഷം ഞാൻ നമ്പറുകൾ ഒന്നും കാണിച്ചിട്ടില്ലെങ്കിൽ ഇത് അറിയപ്പെടുന്നത്, ഈ ശ്രേണി അറിയപ്പെടുന്നത് ഒരിക്കലും അവസാനിക്കാത്ത ശ്രേണി അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് സീക്വൻസ് എന്നാണ്. അപ്പോൾ സീക്വൻസുകൾ 2 തരമുണ്ട് ഇവിടെ. അവസാനിക്കുന്ന സീക്വൻസുകളെ ടെർമിനേറ്റിംഗ് സീക്വൻസ് എന്നും അവസാനിക്കാത്ത സീക്വൻസുകളെ നോൺ ടെർമിനേറ്റിംഗ് സീക്വൻസുകൾ എന്നും പറയും. അപ്പൊ ശ്രേണികൾ 2 തരം, അവസാനിക്കുന്നവയും അവസാനിക്കാത്തവയും. ഇവിടെ ഈ സീക്വൻസ് നമുക്കൊന്ന് പരിശോധിച്ചാൽ ഈ സീക്വൻസ് ഒരേപോലെ കൂടി വരുന്നതായിട്ട് കാണാം. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഈ സീക്വൻസ് 2 വീതം കൂടി വരികയാണ്. ഇനി അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് കണ്ട ഈ സീക്വൻസുകളെ ഇപ്രകാരം ഒന്ന് കുറച്ചെടുക്കാം. എപ്രകാരം ഒന്ന് ശ്രദ്ധിക്കണം. ഈ 2ാമത്തെ പദത്തിൽ നിന്നും 1ാമത്തെ പദം കുറച്ചെടുക്കണം. 2ാമത്തെ പദം 4ആണ്, 1ാമത്തെ പദം 2ആണ്. ഈ 4ൽ നിന്നും 2 നമ്മൾ മൈനസ് ചെയ്യുന്നു, നമുക്ക് കിട്ടുന്ന ഉത്തരം 2. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവുമല്ലോ. അതുപോലെ വീണ്ടും നമ്മൾ ഈ പരീക്ഷണം നടത്തുന്നു. 3ാമത്തെ പദത്തിൽ നിന്നും ഈ 2ാമത്തെ പദം മൈനസ് ചെയ്യുന്നു. നോക്കിയേ, 6ൽ നിന്നും 4 മൈനസ് ചെയ്യുന്നു. 6ൽ നിന്നും 4 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം വീണ്ടും 2. വീണ്ടും നമ്മൾ ഒരു പരീക്ഷണം കൂടെ നടത്തുന്നു. ഈ 8ൽ നിന്നും ഈ 6 മൈനസ് ചെയ്യുന്നു. അതായത് 4ാമത്തെ പദത്തിൽ നിന്നും 3ാമത്തെ പദം മൈനസ് ചെയ്യുന്നു. 8 മൈനസ് 6 സമം 2. ഈ 3 പരീക്ഷണം നമ്മൾ നടത്തിയപ്പോഴും നമുക്ക് കിട്ടിയ ഡിഫറൻസ് സെയിം ആണ്. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം. ഇങ്ങനെ ഡിഫറൻസുകൾ, ഈ പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസുകൾ സെയിം ആയിട്ട് വരുന്നതിനാണ് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. ഇങ്ങനെ പൊതുവ്യത്യാസം ഉള്ള സീക്വൻസുകളെ പറയുന്ന പേരാണ്, ശ്രേണികളെ പറയുന്ന പേരാണ് സമാന്തര ശ്രേണികൾ അഥവാ അരിത്മെറ്റിക് സീക്വൻസസ്. ഇനി നമുക്ക് മറ്റൊരു ശ്രേണി പരിശോധിക്കാം.
3, 5, 8, 12 എക്സെട്ര. ഇതും അവസാനിക്കാത്ത നോൺ ടെർമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ആണ്, ശ്രേണിയാണ്. ഈ ശ്രേണി സമാന്തര ശ്രേണിയാണെന്ന് പരിശോധിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ശ്രേണി സമാന്തര ശ്രേണിയാണെന്ന് പരിശോധിക്കുന്നതിന് ഈ ശ്രേണിയിൽ മുമ്പേ ചെയ്ത പോലെ തന്നെ നമ്മൾ അടുത്തടുത്ത പദങ്ങൾ തമ്മിൽ കുറച്ചു നോക്കുന്നു, അവയുടെ വ്യത്യാസം ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. നോക്കാം. ആദ്യം രണ്ടാമത്തെ പദത്തിൽ നിന്നും ഒന്നാമത്തെ പദം കുറയ്ക്കണം. അപ്പൊ കുറയ്ക്കുന്ന രീതിക്ക് പ്രാധാന്യമുണ്ട്. 1ൽ നിന്നും 2 കുറയ്ക്കുന്നത്, രണ്ടാമത്തെ പദത്തിൽ നിന്നും ഒന്നാമത്തെ പദമാണ് കുറയ്ക്കുന്നത്. അപ്പൊ 5ൽ നിന്നും 3 കുറയ്ക്കുമ്പോൾ ഇവിടെ കിട്ടുന്ന ഉത്തരം 2. മനസ്സിലാവുമല്ലോ. അടുത്തതായിട്ട് വീണ്ടും മൂന്നാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കുറയ്ക്കണം. അപ്പൊ കുറച്ച് വരുന്ന രീതി എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. മൂന്നാമത്തെ പദത്തിൽ നിന്നും രണ്ടാമത്തെ പദം കുറയ്ക്കുമ്പോൾ ഇവിടെ വീണ്ടും കിട്ടുന്നു 8 - 5, 8 - 5, ഉത്തരം 3. വീണ്ടും നമുക്ക് ഈ ടേം കൂടെ നമുക്ക് നോക്കാം. ഈ രണ്ട് ടേമുകൾ തമ്മിൽ വീണ്ടും കുറയ്ക്കുമ്പോൾ നാലാമത്തെ പദത്തിൽ നിന്നും മൂന്നാമത്തെ പദം കുറയ്ക്കുമ്പോൾ 12 - 8, 12 - 8 എത്രയായിരിക്കും വരുന്നത്? 4. ഇവിടെ നിങ്ങൾ മുമ്പേ കണ്ട പോലെ ഈ ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം ഒരുപോലെയാണോ വരുന്നത്? അല്ലല്ലോ. അത് ഒരുപോലെ അല്ലാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ പറയാം ഈ സീക്വൻസിൽ, ഈ ശ്രേണിയിൽ പൊതുവ്യത്യാസമില്ല. അങ്ങനെ പൊതുവായ വ്യത്യാസം, കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ട് ഈ സീക്വൻസിനെ എന്തെന്ന് വിളിക്കാൻ പറ്റത്തില്ല? അരിത്മെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ചെയ്ത രണ്ട് കണക്കുകളിലൂടെ, രണ്ട് പ്രോബ്ലങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഒന്നാമത്തെ കണക്ക് ആ ശ്രേണി ഒരു സമാന്തര ശ്രേണിയാണെന്ന് കാണിക്കുന്ന കണക്കായിരുന്നു. അപ്പൊ അവിടെ പൊതുവ്യത്യാസം വന്നു, കോമൺ ഡിഫറൻസ് അവിടെ വന്നു കഴിഞ്ഞു. രണ്ടാമത്തത് നമ്മൾ ആ ടേമുകളെ തമ്മിൽ കുറച്ചപ്പോൾ, പദങ്ങളെ തമ്മിൽ കുറച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഡിഫറൻസ് സെയിം ആയിരുന്നില്ല, ഒരുപോലെ ആയിരുന്നില്ല. അതുകൊണ്ട് അവിടെ നമ്മൾ പറഞ്ഞു കോമൺ ഡിഫറൻസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ കോമൺ ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് ആ സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി അല്ല നമുക്കോട് ഉറപ്പിച്ച് പറയാൻ കഴിഞ്ഞു. ഇപ്രകാരം പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കും, ഒരു സീക്വൻസ് അല്ലെങ്കിൽ ഒരു ശ്രേണി തന്നിട്ട് അത് സമാന്തര ശ്രേണിയാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറയും. അപ്പൊ അതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അവിടെ കുറയ്ക്കുന്നത് മാത്രം അറിഞ്ഞാൽ മതി. കുറയ്ക്കുന്നത് ഒന്നുകൂടെ പറഞ്ഞുതരാം. രണ്ടാമത്തെ പദത്തിൽ നിന്നും ഒന്നാമത്തെ പദം എന്ന് വെച്ചാൽ ടേം എന്നാണ് അർത്ഥം. ഇംഗ്ലീഷിൽ ടേം എന്നാണ് അതിന് പറയുന്നത്. രണ്ടാമത്തെ ടേമിൽ നിന്നും സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അതാണ് ഒന്നാമതായിട്ട് ഡിഫറൻസ് കാണുന്ന രീതി. ഇനി അടുത്ത ഡിഫറൻസ് കാണുന്നത് തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, അതായത് മൂന്നാമത്തെ പദം മൈനസ് രണ്ടാമത്തെ പദം. ഇനി വീണ്ടും പദങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ നാലാമത്തെ പദം മൈനസ് മൂന്നാമത്തെ പദം, ഫോർത്ത് ടൈം മൈനസ് തേർഡ് ടൈം. ഇപ്രകാരം നമ്മൾ ഡിഫറൻസ് കാണുമ്പോൾ ആ കിട്ടുന്ന ഡിഫറൻസുകളെല്ലാം ഒരുപോലെയാണെങ്കിൽ ആ ശ്രേണി, ആ സീക്വൻസിൽ കോമൺ ഡിഫറൻസ് ഉണ്ടെന്ന് പറയാം. അത് അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാം. ഇല്ലെങ്കിൽ അതർവൈസ് അത് ഈസ് നോട്ട് ആൻ അരിത്മെറ്റിക് സീക്വൻസ്, അതൊരു അരിത്മെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി അല്ലെന്ന് പറയാം. അപ്പൊ കോമൺ ഡിഫറൻസ് ഇല്ലെങ്കിലാണ് സമാന്തര ശ്രേണി അല്ല എന്ന് പറയുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ AP. ആ AP എന്നുള്ള ടൈം ഇടയ്ക്കിടയ്ക്ക് ഓർത്തോണം. ഒരു അരിത്മെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണിയിലെ പദങ്ങളെ എങ്ങനെയാണ് വിന്യസിച്ചിരിക്കുന്നത് നോക്കാം. പൊതുവായിട്ട് എങ്ങനെയാണ് പറയുന്നത് നോക്കാം. പദങ്ങൾ ഇതാ ഇവിടെ ശ്രദ്ധിച്ചാൽ F എന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ F എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടൈം എന്നുള്ളതിന്റെ ആദ്യ അക്ഷരമാണ് അവിടെ വന്നിരിക്കുന്ന F. രണ്ടാമത് F+D, മൂന്നാമത് F+2D, നാലാമത് F+3D, പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ കോമ എക്സെട്ര. ഈ രീതിയിലാണ് ഇപ്പോൾ ഞാൻ ഒരു സമാന്തര ശ്രേണിയെ വിന്യസിച്ചു വെച്ചിരിക്കുന്നത്. ഇനി ഇവിടെ F എന്താണെന്നും D എന്താണെന്നും കൃത്യമായിട്ട് നിങ്ങൾ അറിയണം. ഒരു സമാന്തര ശ്രേണി പഠിക്കുന്ന കുട്ടികൾ അത്യാവശ്യമായിട്ട് അറിയേണ്ട ആദ്യത്തെ രണ്ട് ടേമുകളാണ് അല്ലെങ്കിൽ രണ്ട് പദങ്ങളാണ് F-ഉം D-യുടെയും അർത്ഥങ്ങൾ. F എന്ന് പറയുന്നത് ഇവിടെ ഏത് പദത്തെ സൂചിപ്പിക്കുന്നു ചോദിച്ചാൽ ആദ്യ പദം, ഫസ്റ്റ് ടേം. ആ ഫസ്റ്റ് എന്നുള്ളതിന്റെ F ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി D എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്, ആ ഡിഫറൻസിലെ D ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. മലയാളം മീഡിയക്കാരും ഇംഗ്ലീഷ് മീഡിയക്കാരും ഒരുപോലെ ഈ അക്ഷരങ്ങൾ ഇംഗ്ലീഷിൽ തന്നെയാണ് പഠിക്കുന്നത്. F എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ ആദ്യ പദം, D എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം. അപ്പൊ F, D ഈ രണ്ട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഒരു AP-യുടെ അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഏത് ടൈമും പറയാവുന്ന പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ സമാന്തര ശ്രേണിയിലെ ഏത് പദങ്ങളിൽ ഇപ്പൊ ഇതുപോലെ ഒന്നാം പദം, രണ്ടാം പദം, ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം, ഫോർത്ത് ടൈം ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. എങ്കിൽ ഈ സമാന്തര ശ്രേണിയുടെ ഈ എക്സെട്ര എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന ഏതെങ്കിലും ഒരു പദം, ഇപ്പൊ 100ാമത്തെ ഒരു പദം അല്ലെങ്കിൽ 50ാമത്തെ ഒരു പദം, ഇതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ജനറലായിട്ട് പഠിക്കുന്ന ഒരു സമവാക്യമുണ്ട്. ആ സമവാക്യത്തിനെ ഇങ്ങനെ പറയാം: nth ടേം അല്ലെങ്കിൽ n-ാം പദം
എണ്ണാം പദം, എന്ത് ടേം അല്ലെങ്കിൽ എണ്ണാം പദം കണ്ടുപിടിക്കാനുള്ള സമവാക്യം, ഇതിനകത്ത് വരുന്ന ഈ സീക്വൻസിൽ വരുന്ന എവിടെങ്കിലും വരുന്ന ഏതെങ്കിലും ഒരു ടേം കണ്ടുപിടിക്കാനുള്ള ജനറൽ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള സമവാക്യമാണ് എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. അപ്പൊ ഫസ്റ്റ് ടൈമിനെ നമ്മൾ എഫ് എന്നും, സെക്കൻഡ് ടൈമിന് എഫ് പ്ലസ് ഡി എന്നും, തേർഡ് ടൈമിന് എഫ് പ്ലസ് 2d എന്നും, ഫോർത്ത് ടൈമിന് എഫ് പ്ലസ് 3d എന്നും ഒക്കെ റെപ്രസെന്റ് ചെയ്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ശ്രേണിയിലെ ഏത് ടേമിന് ചോദിച്ചാലും പറയാൻ കഴിയും. അതിന് നമ്മളെ സഹായിക്കുന്ന സമവാക്യമാണ് എന്ത് ടൈമിന്റേത്. എന്ത് ടൈം എന്ന് വെച്ചാൽ മലയാളത്തിൽ എണ്ണാം പദം എന്ന് പറയും. എന്ത് ടൈം കണ്ടുപിടിക്കാനുള്ള സമവാക്യം എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ഞാൻ ഇതിൽ നിന്നൊരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് 100ാമത്തെ പദം കണ്ടുപിടിക്കാൻ. 100th ടൈം ഈ എപിയിലെ ഈ സീക്വൻസിലെ 100ാമത്തെ പദം കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്കിതാ ഈ 100 എന്ന് പറയുന്ന വാല്യൂ, ഈ 100 എന്ന് പറയുന്ന വില ഈ സമവാക്യത്തിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് ഇതിന്റെ 100ാമത്തെ പദം നിങ്ങൾക്ക് പറയാൻ കഴിയും. ഞാൻ ഇട്ടുകൊടുത്ത് പറയാൻ പോവുകയാണ് എഫ് പ്ലസ് ഈ എന്നിന്റെ സ്ഥാനത്ത് ഇവിടെ വന്നിട്ടുള്ള വില 100 ആണ്. നോക്കി, എണ്ണാം പദം എന്നുള്ളതിന് പകരം ഇവിടെ വന്നേക്കുന്ന 100ാം പദമാണ്. അപ്പൊ എന്നിന്റെ സ്ഥാനത്ത് വന്നിട്ടുള്ള വില 100 ആണ്. ആ 100 ഞാൻ ഇവിടെ കൊടുക്കുന്നു. ബാക്കി ഒരു വ്യത്യാസമില്ല. നോക്കൂ, എഫ് പ്ലസ് 100 മൈനസ് 1 ഇൻറ്റു ഡി. ഇവിടെ ഇൻറ്റു ഉണ്ട്, അത് മനസ്സിലാക്കിക്കണം. അതിനാ ബ്രാക്കറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. എഫ് പ്ലസ് 100 മൈനസ് 1 ഇൻറ്റു ഡി ഇസ് ഈക്വൽ ടു ആൻസർ എഫ് പ്ലസ് 99 ഡി എന്ന് വരും. ഇപ്രകാരം നമുക്ക് 100ാമത്തെ പദത്തിന് എഫ് പ്ലസ് 99 ഡി എന്ന് പറഞ്ഞ പോലെ 50ാമത്തെ പദം വളരെ സിമ്പിൾ ആയിട്ട് ഇതിലേക്ക് 50 കൊടുത്തുകൊണ്ട് പറയാം എഫ് പ്ലസ് 50 മൈനസ് 1 ഇൻറ്റു ഡി സമം എഫ് പ്ലസ് 49 ഡി. ഇങ്ങനെ ഏതൊരു ടേമും നമുക്കിവിടെ പ്രസ്താവിക്കാൻ കഴിയുന്നതാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, ഇതിലെ 20ാമത്തെ പദം, ഈ സമാന്തര ശ്രേണിയിലെ 20ാമത്തെ പദം എങ്ങനെയാ പറയുന്നത്? ചിന്തിക്കൂ, എഫ് പ്ലസ് 20 മൈനസ് 1 ഇൻറ്റു ഡി. 20 മൈനസ് 1 19, എഫ് പ്ലസ് 19 ഡി. അങ്ങനെയെങ്കിൽ 40ാമത്തെ പദം എങ്ങനെയാണ് പറയുന്നത്? എഫ് പ്ലസ് 40 മൈനസ് 1 ഇൻറ്റു ഡി, എഫ് പ്ലസ് 39 ഡി. ഇങ്ങനെ നമുക്ക് എത്ര പദങ്ങൾ വേണേലും, ഒരു സമാന്തര ശ്രേണിയിലെ എത്ര പദങ്ങൾ വേണേലും നമുക്ക് ഈ രീതിയിൽ ഈ സമവാക്യം ഉപയോഗിച്ച് പറയാൻ കഴിയും. ആ സമവാക്യത്തിന്റെ പേരാണ് എന്ത് ടൈം അല്ലെങ്കിൽ എണ്ണാം പദം. ഇത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു സമാന്തര ശ്രേണിയിൽ അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസിൽ അല്ലെങ്കിൽ എ പിയിലെ വരുന്ന ആദ്യത്തെ n പദങ്ങളുടെ തുക. ആദ്യത്തെ n പദങ്ങൾ, ഏതെങ്കിലും n പദങ്ങളല്ല, ആദ്യത്തെ n പദങ്ങൾ. അതായത് ഒരു സമാന്തര ശ്രേണിയിൽ എപ്പോഴും തുക കണ്ടുപിടിക്കുന്നത് ആദ്യം മുതലുള്ള സംഖ്യകളുടെ തുകയായിട്ട് കണക്കാക്കാൻ പറ്റും. ഇടയ്ക്ക് നിന്നും കണക്കാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സമാന്തര ശ്രേണിയുടെ തുകയുടെ സമവാക്യം പറയുമ്പോൾ നമ്മൾ എടുത്തു പറയണം സം ഓഫ് ഫസ്റ്റ് n ടൈംസ്. അത് ഇംഗ്ലീഷ് മീഡിയക്കാർ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. സം ഓഫ് ഫസ്റ്റ് n ടൈംസ്, അല്ലെങ്കിൽ മലയാളം മീഡിയക്കാര് ആദ്യത്തെ n പദങ്ങളുടെ തുക എന്ന് പറഞ്ഞു വേണം പഠിക്കാൻ. സം ഓഫ് ഫസ്റ്റ് n ടൈംസ്, അല്ലെങ്കിൽ സം ഓഫ് n ടൈംസ് എന്നല്ല പറയുന്നത്, സം ഓഫ് ഫസ്റ്റ് n ടൈംസ് അല്ലെങ്കിൽ ആദ്യത്തെ n പദങ്ങളുടെ തുക. ഇത് കണക്കാക്കാൻ സമാന്തര ശ്രേണിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മറ്റൊരു സമവാക്യം നമുക്ക് പരിശോധിക്കാം. ഇതാ നോക്കുക, സമ്മിനെ ഡിനോട്ട് ചെയ്യാൻ, അത് മലയാളം മീഡിയക്കാർ ഇംഗ്ലീഷ് മീഡിയക്കാർ ഒരുപോലെ അറിഞ്ഞിരിക്കണം. സമ്മിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന അക്ഷരമാണ് ക്യാപിറ്റൽ എസ്, വലിയ അക്ഷരം എസ്. ആ എസിന് സഫിക്സ് ആയിട്ട്, സഫിക്സ് മീൻസ് താഴെയായിട്ട് n എന്ന് കാണിക്കണം. ആ n ഇവിടെ പറഞ്ഞിട്ടുള്ള n ആണ്. എത്ര പദങ്ങളുടെ തുകയാണോ കണ്ടുപിടിക്കേണ്ടത് ആ n ആണ് ഇവിടെ എഴുതേണ്ടത്, ആ നമ്പറാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ തുകയുടെ സമവാക്യം നമുക്ക് ഇങ്ങനെ പറയാം, എസ് എൻ. നമ്മൾ പറയുന്നത് എസ് എൻ എന്നാണെങ്കിലും എഴുതേണ്ടത് ക്യാപിറ്റൽ എസ് മുകളിലും n സഫിക്സ് ആയിട്ട് എഴുതണം. സഫിക്സ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ പറഞ്ഞാൽ താഴെയായിട്ട് എഴുതുക. എസ് എൻ ഇസ് ഈക്വൽ ടു, ഇനി വായിക്കാവുന്നതല്ലേ ഉള്ളൂ, n/2. ഇവിടെ ഒരു ഇൻറ്റു ഉണ്ട്, n/2 ഇൻറ്റു ബ്രാക്കറ്റ് യൂസ് ചെയ്യണം. ആ ബ്രാക്കറ്റ് വരുമ്പോൾ ഇൻറ്റു എന്ന് വായിക്കും. 2f പ്ലസ് n-1 ഇൻറ്റു ഡി. അപ്പോൾ ഓർത്തിരിക്കുക, ഒരു വലിയ സമവാക്യമാണ്. അരിത്മെറ്റിക് പ്രോഗ്രഷനിലെ ഒരു വലിയ സമവാക്യമാണിത്. Sn is equal to n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു ഡി. ഇവിടെ അറിഞ്ഞിരിക്കണം എന്താണ് ഈ n. നേരത്തെ പറഞ്ഞു n ടൈംസ് n പദങ്ങൾ. എത്ര പദങ്ങളുടെ തുകയാണോ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ എണ്ണമാണ് n. ഇപ്പൊ നമ്മളോട് പരീക്ഷയ്ക്ക് ആവശ്യപ്പെടുകയാണ് 100 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ. അതെങ്ങനെയാ ചോദിക്കുന്നത്? ആദ്യത്തെ 100 പദങ്ങൾ. അങ്ങനെയാ ചോദിക്കുന്നത്, ആദ്യത്തെ 100 പദങ്ങൾ, ഫസ്റ്റ് 100 ടൈംസ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആ എന്നിന്റെ സ്ഥാനത്ത് 100 കൊടുക്കണം. അപ്പൊ n എന്ന് വെച്ചാൽ പദങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് ടൈംസ്.
ഇനി എഫ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു. ഇവിടെ 2f എന്നാണ് കിടക്കുന്നത്. ശ്രദ്ധിച്ചോണം, 2 ഉണ്ട് ഫ്രണ്ടില്. എഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, ആദ്യ പദം. ഒരു ശ്രേണി തരുമ്പോൾ, ഒരു സമാന്തര ശ്രേണി തരുമ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് ടേം ഉണ്ടായിരിക്കും. എഫ് ഇവിടെ തന്നിട്ടുണ്ട്. പ്ലസ് n-1, വീണ്ടും n വന്നിട്ടുണ്ട്. ബ്രാക്കറ്റിനകത്താണ്. നോക്കൂ, n എന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞ അതേ സാധനം. ഇത് തന്നെ നമ്പർ ഓഫ് ടൈംസ്. അപ്പൊ n നമ്പർ ഓഫ് ടൈംസ്, എഫ് ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ ആദ്യ പദം. അപ്പൊ n എന്ന് പറയുന്നത് പദങ്ങളുടെ എണ്ണം. നമ്മളെ ഇവിടെയൊക്കെ ഓർക്കണം, പദങ്ങളുടെ എണ്ണം. എഫ് ആദ്യ പദം. ഇനി ഇതാ ഡി ആണുള്ളത്. ഇൻറ്റുവിന് ശേഷം ഇത് ബ്രാക്കറ്റിൽ കൊടുക്കുക. ഇൻറ്റുവിന് ശേഷം ഡി ആണുള്ളത്. ഡി നേരത്തെ പറഞ്ഞതുപോലെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം. അപ്പൊ തീർച്ചയായിട്ടും ഒരു ശ്രേണി നമ്മുടെ കൈകളിലേക്ക് തന്നാൽ നമ്മൾ ആദ്യം അതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത്, സം കണ്ടുപിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ തുക കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് ടൈം എത്രയാണ്, കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് മനസ്സിലാക്കണം. പിന്നീട് എന്നിനെ പറ്റി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആദ്യത്തെ 50 പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 50 ടേംസിന്റെ സം എന്ന് പറയുമ്പോൾ n = അവിടെ 50 ആയിരിക്കും. അതുപോലെ തന്നെ ഈ തുക കണ്ടുപിടിക്കാൻ, സം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് മറ്റൊരു സമവാക്യത ഓരിട്ട് തന്നിട്ടുണ്ട്, അല്ലെ ഓരിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിതാണ് Sn = n പദങ്ങളുടെ തുക, ആദ്യത്തെ n പദങ്ങളുടെ തുക, സം ഓഫ് ഫസ്റ്റ് n ടൈംസ്. Sn = n/2 ഇൻറ്റു, ഇവിടെ പറഞ്ഞതൊന്നും ചെറിയൊരു വ്യത്യാസം ഇവിടെ ഉണ്ട്, പക്ഷെ രണ്ടും സെയിം ആണ്. ബേസിക്കലി രണ്ടിന്റെയും ആൻസർ ചെയ്ത് വരുമ്പോൾ സെയിം ആണ്, പക്ഷെ പറയുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. മലയാളം മീഡിയക്കാർ അത് പഠിക്കേണ്ടത് n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. അപ്പൊ ഒരു സീക്വൻസിന്റെ, ഒരു ശ്രേണിയുടെ, സമാന്തര ശ്രേണിയുടെ ആദ്യ പദവും അവസാന പദവും ഉണ്ടെങ്കിൽ നമുക്ക് ഈ സമവാക്യം വെച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് ആ പറഞ്ഞിട്ടുള്ള, ആ മെൻഷൻ ചെയ്തിട്ടുള്ള ടേംസുകളുടെ സം കണ്ടുപിടിക്കാം. അപ്പൊ ഈ ഒരു സമവാക്യം ഉപയോഗിക്കണമെങ്കിൽ ആദ്യ പദവും അവസാന പദവും തന്നിട്ടുണ്ടായിരിക്കണം. ഇംഗ്ലീഷ് മീഡിയക്കാരൻ നോക്കിയേ, Sn = n/2 ഇൻറ്റു ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം. അപ്പൊ ഈ രണ്ട് സമവാക്യങ്ങൾ തമ്മിൽ നിങ്ങൾ കാണേണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഈ സമവാക്യം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും മെൻഷൻ ചെയ്തിരിക്കണം, പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ആദ്യ പദവും അവസാന പദവും തന്നിട്ടുണ്ടെങ്കിലേ ഈ സമവാക്യം തുക കാണാൻ വേണ്ടി ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഈ സമവാക്യം എവിടെ ഉപയോഗിക്കാം? അപ്പൊ ഈ സമവാക്യം ഉപയോഗിക്കുമ്പോൾ അവസാന പദം തരണം നിർബന്ധമൊന്നുമില്ല. ഇത്ര പദങ്ങളെന്ന് പറഞ്ഞിരിക്കണം. എപ്പോഴും തുക കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എത്ര പദങ്ങളുടെ തുകയാണോ കണ്ടുപിടിക്കേണ്ടത് അത് കൃത്യമായി പറഞ്ഞിരിക്കണം. ഇനി ചില ക്വസ്റ്റ്യനിൽ അത് പറയത്തില്ല. പറയാതെ വരുന്ന അവസരങ്ങളിൽ നമ്മൾ അത് കണ്ടുപിടിക്കണം. ഈ n കണ്ടുപിടിക്കാൻ ഇന്ന് സമവാക്യമുണ്ട്, അത് നമുക്ക് പിന്നീട് വിശകലനം ചെയ്യാം. ഇപ്പോൾ തുക കണ്ടുപിടിക്കാനുള്ള സമവാക്യം പരിചയപ്പെടുക. Sn = n/2 ഇൻറ്റു 2f പ്ലസ് n-1 × d. ഈ ഇക്വേഷൻ ആണ് ഏറ്റവും റിലവന്റ്, ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തുക കാണാൻ. ഈ ഇക്വേഷൻ നമ്മൾ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ. അത് എപ്പോഴാണ്? ആദ്യ പദവും അവസാന പദവും തന്നിട്ട് ഒരു ചോദ്യത്തിൽ, നമുക്ക് സമാന്തര ശ്രേണിയുടെ ഒരു ചോദ്യത്തിൽ ആദ്യ പദവും അവസാന പദവും തന്നിട്ട് തുക കാണാൻ പറയുമ്പോൾ മാത്രമേ ഈ സമവാക്യം ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം ഉപയോഗിച്ച് തുക കണ്ടുപിടിക്കുന്ന രീതി അങ്ങനെ മാത്രമേ പറ്റുകയുള്ളൂ. ഇനി നമുക്ക് പറയാനുള്ളത്, ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം തന്നിട്ടില്ലെങ്കിൽ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന രീതിയാണ്. അതിന് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും തരണം. ഒരു സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസിലെ ആദ്യ പദവും അവസാന പദവും തന്നിരിക്കണം. ഫസ്റ്റ് ടൈം ആൻഡ് ലാസ്റ്റ് ടൈം തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ. വ്യക്തമായിട്ട് മനസ്സിലാക്കണം. വലിയൊരു ഫോർമുലയാണ്. n = പദങ്ങളുടെ എണ്ണത്തിന് n എന്നാണ് സൂചിപ്പിക്കുന്നത്. n = ലാസ്റ്റ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. ഈ പ്ലസ് 1 മാറിക്കിടക്കുന്നു, ശ്രദ്ധിക്കണം. ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ കോമൺ ഡിഫറൻസ് ഡിനോമിനേറ്റർ അത് മാത്രമേ ഉള്ളൂ. ഈ പ്ലസ് 1 മാറിയാണ് എഴുതിയേക്കുന്നത്, മാറ്റിയാണ് എഴുതിയേക്കുന്നത്. അത് എപ്പോഴും ശ്രദ്ധിച്ചു വേണം ഇക്വേഷൻസ്. അത് പഠിക്കുമ്പോൾ അല്ലെ പറയുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. നോക്കൂ, ലാസ്റ്റ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. അപ്പൊ ആ പറയുമ്പോൾ തന്നെ പ്ലസ് 1 അങ്ങ് സെപ്പറേറ്റ്. നമ്മളെ മീഡിയക്കരുത് ഇങ്ങനെ പഠിക്കേണ്ടത് നോക്കിയേ. n = n സമം അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. അപ്പൊ പ്ലസ് 1 മാറിക്കിടക്കണം, ശ്രദ്ധിച്ചോണം. അത് എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പൊ ഇത് തമ്മിൽ കുറയ്ക്കുക, ഇതുമായി ഡിവൈഡ് ചെയ്യുക, ഹരിക്കുക, ഇതുമായിട്ട് ഒന്നുമായിട്ട് ആഡ് ചെയ്യുക, കൂട്ടുക. അപ്പം 4 ഓപ്പറേഷൻസ് ഇവിടെ വരുന്നുണ്ട്. കുറയ്ക്കുന്ന ഓപ്പറേഷൻ വരുന്നുണ്ട്, സബ്ട്രാക്ഷൻ വരുന്നുണ്ട്, ഡിവിഷൻ വരുന്നുണ്ട്, ഹരണം വരുന്നുണ്ട്, അഡീഷൻ വരുന്നുണ്ട്. അപ്പൊ ഈ പ്ലസ് 1 മാറിക്കിടക്കും എന്നുള്ള കാര്യം എപ്പോഴും ശ്രദ്ധിച്ചു വേണം. പലപ്പോഴും കുട്ടികൾ ഈ ഭാഗം തെറ്റിക്കാറുണ്ട്. പ്ലസ് 1 എപ്പോഴും മാറിയാണ് കിടക്കുന്നത്. അപ്പം അവസാന പദവും ആദ്യ പദവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ? n അല്ലെങ്കിൽ നമ്പർ ഓഫ് ടൈംസ്, അതായത് പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ. ഇതുവരെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്കൊരു കണക്ക് ചെയ്ത് നോക്കാം. അതായത് ഈ 5, 10, 15 എക്സെട്ര 100
ഈ ശ്രേണിയുടെ പ്രത്യേകത ഇത് സമാന്തര ശ്രേണിയാണ്. ഈ സമാന്തര ശ്രേണിയുടെ 5 മുതൽ 100 വരെ, അതായത് ആദ്യ പദവും അവസാന പദവും ഇവിടെ തന്നിട്ടുണ്ട്. 5 മുതൽ 100 വരെയുള്ള ഈ ടേമുകളിലെല്ലാം കൂടെ കൂട്ടിയാൽ കിട്ടുന്ന ആകെ തുക, ടോട്ടൽ സം എത്രയാണെന്നൊരു ചോദ്യം നമ്മളോട് ചോദിച്ചാൽ നമുക്കിവിടെ മുൻപേ പറഞ്ഞ 2 കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ 5 മുതൽ 100 വരെ ഇവിടെ ആകെ ഈ ശ്രേണിയിൽ ആകെ എത്ര പദങ്ങൾ ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യ പദവും അവസാന പദവും ഉണ്ടെങ്കിൽ 5 മുതൽ 100 വരെ ഇവിടെ എത്ര പദങ്ങൾ ഉണ്ടെന്ന്, ഈ സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങൾ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ആദ്യ പദവും അവസാന പദവും വെച്ചുകൊണ്ട് ഫസ്റ്റ് ടൈം ആൻഡ് ലാസ്റ്റ് ടൈം ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് സമാന്തര ശ്രേണി ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഒരുപോലെയാണല്ലോ സംഖ്യകൾ കൂടി വരുന്നത്. ഇവിടെ ഒരു കോമൺ ഡിഫറൻസും ഉണ്ട്, അത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. അപ്പൊ ഞാൻ അത്രയും കാര്യങ്ങളൊന്ന് എഴുതുവാണ്. ഇതിൽ ഇവിടുത്തെ ആദ്യ പദം, ആ ആദ്യ പദം ഞാൻ എഴുതുന്നു. ഫസ്റ്റ് ടൈം എഴുതുന്നു. ആദ്യ പദം is equal to 5. ഫസ്റ്റ് ടൈം ആണ് 5. ഇവിടുത്തെ ലാസ്റ്റ് ടൈം, അവസാന പദം, നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം അവസാന പദം എന്ന് പറയുന്നത് 100 ആണ്. അപ്പൊ ആദ്യ പദം 5, അവസാന പദം 100. ഇനി ഇതിനിടയ്ക്ക് നമുക്ക് കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം പെട്ടെന്ന് പറയാമല്ലോ. 5 10 ആയി, 10 15 ആയി, അങ്ങനെ പോകുന്ന ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടു. പൊതുവ്യത്യാസത്തെ സൂചിപ്പിക്കാൻ ഡി, സ്മോൾ ഡി എന്നുള്ള അക്ഷരം ഉപയോഗിക്കാമെന്നും കണ്ടു. അവിടെ പൊതുവ്യത്യാസം എത്രയാണെന്ന് പറയാം. 5 10 ആവുന്നു, 10 15 ആവുന്നു എന്ന് പറയുമ്പോൾ പൊതുവ്യത്യാസം 5. പൊതുവ്യത്യാസം 5 വന്നു. അങ്ങനെയെങ്കിൽ ഈ 5 മുതൽ 100 വരെയുള്ള ഈ ടേമുകൾ, ഈ പദങ്ങളുള്ള ഈ സമാന്തര ശ്രേണിയുടെ തുക കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് 5 മുതൽ 100 വരെ ഇവിടെ എത്ര സംഖ്യകൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. ആ സംഖ്യകൾ ഉൾക്കൊള്ളാൻ നമ്മളൊരു സമവാക്യം നേരത്തെ പറഞ്ഞത് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. n = 2, പദങ്ങളുടെ എണ്ണം n = ഞാൻ ആ സമവാക്യം ഒന്നുകൂടെ എഴുതുന്നില്ല, അത് ഞാൻ പറയാം. n = നിങ്ങളും കൂടെ പറയുക. n = പദങ്ങളുടെ എണ്ണം സമം അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. ഇത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേണം എഴുതാൻ. അവസാന പദം, അതായത് ലാസ്റ്റ് ടൈം അവസാന പദം മൈനസ് ആദ്യ പദം ഫസ്റ്റ് ടൈം, അത് ഫസ്റ്റ് ടൈം ഇവിടെ 5 ആണ്. അപ്പൊ അവസാന പദം 100 ആണ്, ലാസ്റ്റ് ടൈം 100 ആണ്, ഫസ്റ്റ് ടൈം 5 ആണ്, ആദ്യ പദം 5 ആണ്, ബൈ കോമൺ ഡിഫറൻസ്. ആ കോമൺ ഡിഫറൻസ് ഇവിടെ എത്രയായിരുന്നു എന്ന് ആലോചിച്ച് നോക്കിയേ. കോമൺ ഡിഫറൻസ് ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് 5. അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം, ലാസ്റ്റ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ബൈ കോമൺ ഡിഫറൻസ്. ഇനി ഒരു കാര്യവും കൂടെ അവിടെ ഉണ്ടായിരുന്നു. ഏതാണെന്ന് അറിയുന്നു? +1. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതുവായി നിന്നും നേരെ മാറി നിൽക്കുകയാണ്. ഇവിടെ ഈ 100 - 5/5 എന്ന് പറയുന്ന ഓപ്പറേഷനിൽ നിന്നും ഇത്രയും സ്ഥാനത്ത് നിന്നും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വാല്യൂ ആണ് +1. അത് അങ്ങനെ എടുത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ എടുത്ത് തന്നെ പഠിക്കണം. 100 - 5, ഇതിന്റെ ആൻസർ ആദ്യം കണ്ടുപിടിക്കാം. 100ൽ നിന്നും 5 പോയാൽ ഉത്തരം 95. സംശയമില്ലല്ലോ. 95 കോമൺ ഡിഫറൻസ് ഇവിടെ 5 ആണ്. പിന്നീട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഈ വാല്യൂ അങ്ങോട്ട് എഴുതാം +1. ഇത്രയും ചെയ്തു വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ 5 മുതൽ 100 വരെ എത്ര സംഖ്യകൾ ഈ സമാന്തര ശ്രേണിയിൽ അരിത്മെറ്റിക് സീക്വൻസിൽ ഉണ്ട് എന്നുള്ളൊരു ഉത്തരം കിട്ടാൻ പോവുകയാണ്. 95/5 ഉത്തരം വരാൻ പോകുന്നത്. 95നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഉത്തരം ചിന്തിക്കുക 19. 95/5 ആൻസർ 19. അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. 19 + 1. അപ്പൊ ഈ +1 എപ്പോഴും മാറിയാണ് സഞ്ചരിക്കുന്നത്, മാറിയാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ഈ 19നോട് കൂടി ഈ മാറി നിൽക്കുന്ന +1നെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഉത്തരം നമുക്ക് കിട്ടുന്നു 20. അപ്പോൾ ഈ 20 എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കിട്ടി 20 എന്ന് പറയുന്ന ആൻസർ എന്താണ്? ഈ സമാന്തര ശ്രേണിയിൽ 5 മുതൽ 100 വരെയുള്ള ഈ സമാന്തര ശ്രേണിയിൽ ആകെയുള്ള സംഖ്യകളുടെ പദങ്ങളുടെ എണ്ണമാണ് n = 20. ഈ 20 എന്ന് പറയുന്ന സംഖ്യ വെച്ചിട്ട് വേണം, ഈ n = 20 വെച്ചിട്ട് വേണം ഇനി 5 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ ആകെ തുക കണ്ടുപിടിക്കാൻ. ഇനി നമുക്ക് തുകയിലേക്ക് കടക്കാം. തുക കണക്കാക്കാനുള്ള സമവാക്യം 2 നമ്മൾ പഠിച്ചിട്ടിരിക്കുകയാണ്. Sn = n/2 ആ 2 സമവാക്യം ഞാനൊന്ന് പറയാം. Sn = n/2 2f + n - 1 d. നമ്മൾ ആദ്യം പഠിച്ചത് അത് ഓർമ്മയിരിക്കണം. രണ്ടാമത് ഓരിട്ട് നമ്മൾ മറ്റൊരെണ്ണം പഠിച്ചു. അത് സ്പെഷ്യൽ കേസ് എന്നും പറഞ്ഞാണ് പഠിച്ചത്. എല്ലായിടത്തും അത് ഉപയോഗിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞു. Sn = n/2
ആദ്യ പദം പ്ലസ് അവസാന പദം, ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം. അപ്പൊ ആ ഒരു സമവാക്യം ഇവിടെ ഈ ശ്രേണിയിൽ നമുക്ക് അങ്ങനെ ഒരു ഔദാര്യമുണ്ട്, അങ്ങനെ ഒരു ഗുണമുള്ളത് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ആദ്യ പദവും അവസാന പദവും ഈ ശ്രേണിയിൽ വ്യക്തമായി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് 5 മുതൽ 100 വരെയുള്ള ഈ ശ്രേണിയുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ആ സിമ്പിൾ ഇക്വേഷൻ യൂസ് ചെയ്യാം, വളരെ എളുപ്പമുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. Sn is equal to n/2 into first term plus last term. ഓർമ്മയിരിക്കുക, ഈ സമവാക്യം എല്ലായിടത്തും കയറി ഉപയോഗിക്കാൻ കഴിയില്ല. ഈ സമവാക്യം ഉപയോഗിക്കണമെങ്കിൽ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും, അതായത് ആദ്യ പദവും അവസാന പദവും നമുക്ക് തന്നേ പറ്റൂ. അപ്പൊ ഇവിടെ അതുണ്ടല്ലോ, ആദ്യ പദവും അവസാന പദവും ഉള്ള സ്ഥിതിക്ക് നമുക്ക് തുക കണ്ടുപിടിക്കാൻ ഈ സമവാക്യം ഉപയോഗിക്കാം. n/2. ഇനി വിലകൾ കൊടുക്കുന്ന ചടങ്ങാണ്. n എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചു. 5 മുതൽ 100 വരെ ഇവിടെ എത്ര സംഖ്യകളുണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. 20 ആയിരുന്നു നമുക്ക് കിട്ടിയ ഉത്തരം. അപ്പൊ n is equal to 20/2 കോമൺ ആയിട്ട് അവിടെ കിടക്കുകയാണ്, /2. അപ്പൊ n മാത്രം വില കൊടുക്കുക. n is equal to 20/2 അതുപോലെ എഴുതുക. ഫസ്റ്റ് ടൈം ഇവിടെ നോക്കൂ, ഫസ്റ്റ് ടൈം ഈ ശ്രേണിയിലെ ഫസ്റ്റ് ടൈം സീക്വൻസിലെ ഫസ്റ്റ് ടൈം 5 ആണ്. ആ 5 അങ്ങോട്ട് എഴുതുന്നു. പ്ലസ് ലാസ്റ്റ് ടൈം എത്രയാണെന്ന് നോക്കിയേ, 100 ആണ് ഇവിടെ വരുന്നത്. 5 + 100. ഇനി ഈ കാൽക്കുലേഷൻ വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് ഏവർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ്. 20/2 നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. 20/2 10 വരുന്നു. ഇനി ഇവിടെ ഇൻറ്റു നമുക്ക് യൂസ് ചെയ്യാം. 5ഉം 100ഉം കൂടെ കൂട്ടി കഴിയുമ്പോൾ 105. അപ്പൊ ഇവിടെ ഇൻറ്റു അല്ലെ ഗുണനം അങ്ങനെ കാരണം മനസ്സിലാക്കണം. ഈ ബ്രാക്കറ്റ് ആ ഗുണനം എന്ന് പറയുന്ന ഓപ്പറേഷനെ കാണിക്കുന്നു എന്നുള്ളതാണ്. 5 + 100 105, 20/2 10. ഇടയ്ക്ക് വരുന്ന ഓപ്പറേഷൻ ക്രിയ എന്ന് പറയുന്നത് ഗുണനമാണ്. ഇനി 10ഉം 105 ഗുണിക്കണം പ്രയാസമില്ലല്ലോ. ഏതൊരു സംഖ്യയും 10 കൊണ്ട് ഗുണിക്കുന്നതിന് ആ സംഖ്യയുടെ ഏത് സംഖ്യയാണോ നമ്മൾ എടുക്കുന്നത് ആ സംഖ്യയുടെ വലതുവശത്ത് ഒരു 0 കൂടെ ചേർത്താൽ പോരെ. 10 കൊണ്ട് ഗുണിക്കുന്നതിന് സമയം കളയേണ്ട കാര്യമില്ലല്ലോ. 10 × 105 is equal to 1050, 1050 എന്ന് കിട്ടും. അതായത് 5 മുതൽ 100 വരെയുള്ള ഈ സമാന്തര ശ്രേണിയുടെ പദങ്ങളെല്ലാം കൂടെ കൂട്ടിയാൽ കിട്ടുന്ന തുക 1050. അടുത്തതായി നമുക്ക് മറ്റൊരു സമാന്തര ശ്രേണി അരിത്മെറ്റി സീക്വൻസ് പരിചയപ്പെടാം. അവിടെ നമ്മൾ ചോദ്യമായിട്ട് തന്നെ നമ്മൾ എഴുതിയിട്ടുണ്ട്, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 10 ടൈംസ് ഇൻ ദ സീക്വൻസ് 12, 8, 4, etc. ഞാൻ എന്റെ മലയാളം ഒന്ന് പറയാം. ആദ്യത്തെ 10 പദങ്ങളുടെ തുക ഇൻ ദ സീക്വൻസ് ശ്രേണിയിലെ, അത് ഏത് ശ്രേണിയാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. 12, 8, 4, etc. അപ്പൊ നിങ്ങൾ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇങ്ങനെ ഒരു ചോദ്യം കാണുമ്പോൾ തന്നിട്ടുള്ളത് സമാന്തര ശ്രേണിയാണോ എന്ന് ആദ്യം പരിശോധിക്കണം. അപ്പൊ സമാന്തര ശ്രേണിയെ തരികയുള്ളൂ എങ്കിലും നമ്മൾ ഒന്ന് പരിശോധിക്കുന്ന രീതി ഇതാണ്. ഈ ശ്രേണിയിലെ പദങ്ങൾക്കിടയിലുള്ള ഡിഫറൻസ്, വ്യത്യാസം ഒരുപോലെയാണോ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പഠിച്ചല്ലോ. ഈ ഡിഫറൻസ് ഒരുപോലെയാണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ ശ്രേണിയുടെ 10 പദങ്ങളുടെ തുക കണ്ടുപിടിക്കുന്നതിന്, 10 ടേംസിന്റെ സം കണ്ടുപിടിക്കുന്നതിന് നമുക്ക് 3 കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന് സ്മോൾ ലെറ്റർ n, അതായത് നമ്പർ ഓഫ് ടൈംസ്, പദങ്ങളുടെ എണ്ണം. അതിവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടല്ലോ, പദങ്ങളുടെ എണ്ണം 10 ആണെന്ന് പറയുന്നുണ്ടല്ലോ. പിന്നെ രണ്ടാമത്തെ കാര്യം കോമൺ ഡിഫറൻസ് ആണ്. അത് നമുക്ക് ഇവിടുന്ന് കിട്ടുമല്ലോ. 12, 8, 4 എന്ന് പറയുന്ന ഈ ശ്രേണിയിൽ നിന്നും അതിന്റെ കോമൺ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഉടനെ അത് കണ്ടുപിടിക്കാം. മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് ഫസ്റ്റ് ടൈം ആണ്. ഫസ്റ്റ് ടൈം സ്മോൾ f ആണ്. അപ്പൊ 3 കാര്യങ്ങൾ ആവശ്യമാണ്. സ്മോൾ n, സ്മോൾ d, സ്മോൾ f. അത് ഞാൻ ഇവിടെ എഴുതുകയാണ്. സ്മോൾ n ഇവിടെ ക്വസ്റ്റ്യനിൽ വ്യക്തമാണ്. 10 പദങ്ങളുടെ തുക ആയതുകൊണ്ട് പദങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് n is equal to 10. അടുത്തതായി നമുക്ക് വേണ്ടത് കോമൺ ഡിഫറൻസ് d ആണ്. കോമൺ ഡിഫറൻസ് d എന്ന് പറയുമ്പോൾ നോക്കുക, നമ്മൾ കോമൺ ഡിഫറൻസ് കാണാൻ നേരത്തെ നമ്മൾ പഠിച്ചതാണ്. രണ്ടാമത്തെ പദത്തിൽ നിന്നും ഒന്നാമത്തെ പദമാണ് മൈനസ് ചെയ്യേണ്ടത്. ഇവിടെ രണ്ടാമത്തെ പദം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 ആണ്, 8 ആണ്. ഈ 8ൽ നിന്നും നമ്മൾ ഒന്നാമത്തെ പദമായ 12നെ മൈനസ് ചെയ്യുന്നു. അതെപ്പോഴും ശ്രദ്ധിക്കണം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത് സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം, അതായത് രണ്ടാം പദം മൈനസ് ഒന്നാം പദം എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ 8 - 12 ആൻസർ നമ്മൾ ചെയ്യുന്നത് എങ്ങനെ? 8ൽ നിന്നും 12 മൈനസ് ചെയ്യുന്നതിന് നമ്മൾ ഇവിടെ പഠിച്ചു വെച്ചിട്ടുള്ളത് വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക എന്നുള്ള മെത്തേഡാണ്. എപ്പോഴും അങ്ങനെയാണ് വ്യത്യാസം കണ്ടുപിടിക്കുന്നത്. എപ്പോഴും വലുതിൽ നിന്നും ചെറുതാണ് വ്യത്യാസം കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ വലിയ സംഖ്യ ഏതാണ് ചോദിച്ചാൽ 12 അല്ലേ? ആ 12ൽ നിന്നും ഇവിടെ 8 മൈനസ് ചെയ്യുമ്പോൾ ഉത്തരം 4 വരുന്നു. ഇവിടെ വലുതിന്റെ സൈൻ മൈനസ് ആയതുകൊണ്ട് ഇവിടെ ഉത്തരത്തിൽ -4 വരുന്നു.
ഇനി നമുക്ക് വേണ്ടത് മറ്റൊരു കാര്യം, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എഫ്, സ്മോൾ എഫ് ആണ്. സ്മോൾ എഫ് ഫസ്റ്റ് ടേം ഒന്നാം പദം ഇവിടെ 12 ആണ്. ഈ 3 കാര്യങ്ങൾ വെച്ചിട്ട് നമ്മള് ഈ 10 പദങ്ങളുടെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ പോവാണ്. സമവാക്യം നമുക്ക് ആലോചിക്കാന്നേ ഉള്ളൂ. സമവാക്യം ഇവിടെ 10 പദങ്ങളുടെ തുക കാണുന്നതിന് നോക്കൂ, ഒന്നാമത്തെ പദമുണ്ട്, പിന്നീട് അവസാന പദം തന്നിട്ടില്ല. അവസാന പദം തരാത്ത സ്ഥിതിക്ക് നമുക്ക് സമവാക്യം 1 മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. അതേതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സമവാക്യം. Sn is equal to n/2 into, ഇവിടെ ഇൻറ്റു ഉണ്ട്, ഇൻറ്റു 2f പ്ലസ് n-1 into d. ഈ സമവാക്യമേ ഇവിടെ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ, അവസാന പദം ഇല്ലാത്തത് കൊണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തില് ആദ്യ പദവും അവസാന പദവും നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ഉപയോഗിച്ച സമവാക്യം വ്യത്യസ്തമായിരുന്നു. എന്നാൽ ഇവിടെ ഏറ്റവും റിലവന്റ് ആയിട്ടുള്ള സം കണ്ടുപിടിക്കാൻ, തുക കണ്ടുപിടിക്കാൻ ഏറ്റവും പ്രാധാന്യമുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സമവാക്യം ഇതാണ്. അവസാന പദം തരാത്ത ഈ ഇത്തരം ചോദ്യങ്ങൾ, അതായിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത്. അവസാന പദം തരാത്ത രീതിയിൽ ചോദ്യങ്ങൾ വന്നാൽ ഈ സമവാക്യമാണ് ഉപയോഗിക്കുന്നത്. Sn is equal to n/2 into 2f plus n-1 into d. ഇനി ഈ സമവാക്യത്തിലേക്ക് നമ്മൾ എന്നിന്റെ വിലയായ 10, ഡിയുടെ വിലയായ -4, എഫിന്റെ വിലയായ 12 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്, കൊടുക്കാൻ പോവുകയാണ്. എന്നിന് പകരം 10 കൊടുക്കുന്നു. അപ്പൊ ഇത് വായിക്കുന്നത് S10 is equal to, എന്നിന് വീണ്ടും വാല്യൂ കൊടുക്കുന്നു 10/2. കണ്ടോ, 10/2. then into, ബ്രാക്കറ്റിന് ഇൻറ്റു എന്ന് വായിക്കണം, 10/2 into 2f വാല്യൂ ഇട്ട് കൊടുക്കുന്നു. 2 into എഫിന്റെ വാല്യൂ 12 ആണ്, ഇവിടെ 12 ഇട്ട് കൊടുക്കുന്നു, 12 ഇട്ട് കൊടുക്കുന്നു. പ്ലസ് ഈ ഓപ്പറേഷൻസ് ഒന്നും തെറ്റിപ്പോകരുത്. ദെൻ ഒരു ബ്രാക്കറ്റ് കൊടുക്കുന്നു. അടുത്തതായി ബ്രാക്കറ്റ് അതുപോലെ തന്നെ കൊടുക്കണം. അവിടെ എന്നിന്റെ വില 10 ഇട്ട് കൊടുക്കുന്നു. -1, 10 - 1 ബ്രാക്കറ്റിനകത്ത്. അതിനുശേഷം ഇൻറ്റു എന്ന് വായിക്കണം. ആ ഇൻറ്റുവിന് ശേഷം ഞാൻ ഇൻറ്റു വേണേ എക്സ്ട്രാ എടുത്ത് കാണിക്കാം. ഇൻറ്റു, ഇനി ഡിയുടെ വില ഞാൻ താഴെ, ഡിയുടെ വില -4, അത് ഞാൻ ഇവിടെ താഴെയായി കാണിക്കുന്നു. ഡിയുടെ വില എന്റെ ബ്രാക്കറ്റ് ഞാൻ ക്ലോസ് ചെയ്യുന്നു, ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. അപ്പൊ ഈ ഡിയുടെ വിലയാണ് ഇവിടെ ഇൻറ്റു -4 ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ഇനി ഇതിന്റെ വാല്യൂസ് ഓരോന്നായിട്ട് കണ്ടുപിടിക്കുക. ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോ ഓപ്പറേഷൻസും നടത്തുക. 10/2 ആൻസർ മനസ്സിൽ കാണുമല്ലോ, 5. 10/2 5. ബ്രാക്കറ്റ് ഉപയോഗിക്കുന്നു. 5 into 2 into 12 നമുക്കറിയാം, 2 into 12 24 പ്ലസ് 10 - 1 അറിയാം 9. 10 - 1 9 ഇൻറ്റു -4. ഇപ്പോൾ അതുപോലെ തന്നെ കൊടുക്കുക. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാം. ഇപ്പോൾ നമ്മൾ 5 അതുപോലെ തന്നെ എഴുതുന്നു. 5 അതുപോലെ തന്നെ എഴുതിയിട്ട് ശ്രദ്ധിക്കുക. 24 അതുപോലെ തന്നെ കൊടുക്കുന്നു. പ്ലസ് ഇനി ഇവിടെ ഒരു ഓപ്പറേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, കിടപ്പുണ്ട്, ഗുണനം. ഈ ഗുണനം ചെയ്തതിനു ശേഷം മാത്രമേ ബാക്കി ഓപ്പറേഷൻസ് ചെയ്യാവൂ. അപ്പൊ 9 ഗുണം -4, 9 ഗുണം -4 ഉത്തരം -36. സംശയമില്ലല്ലോ. അപ്പൊ ഗുണനം ചെയ്തതിനു ശേഷം, ഗുണനം എന്ന് പറയുന്ന ഈ ഓപ്പറേഷൻ ക്രിയ ഇവിടെ കിടപ്പുണ്ടെങ്കിൽ അത് ചെയ്തതിനു ശേഷം മാത്രമേ ഈ അഡീഷൻ അല്ലെങ്കിൽ കൂട്ടൽ എന്ന് പറയുന്ന ആ ഓപ്പറേഷൻ നടത്താവൂ, ക്രിയ നടത്താവൂ. 5 ഇൻറ്റു, ആ ഇൻറ്റു അതുപോലെ തന്നെ അവിടെ കിടക്കട്ടെ, ഇൻറ്റു 24 പ്ലസും മൈനസും ചേർന്ന് -36, 24 - 36. ഇനി ഇതിന്റെ ഉത്തരം ഇവിടെ പറഞ്ഞ പോലെ, നേരത്തെ നമ്മൾ പ്രതിപാദിച്ച പോലെ, ഒരു 2 സംഖ്യകൾ മൈനസ് ചെയ്യുന്നതിന് വലുതിൽ നിന്നും ചെറുത് മൈനസ് ചെയ്തിട്ട് വലുതിന്റെ ചിഹ്നം കൊടുത്താൽ മതിയല്ലോ. ഇവിടെ വലുത് 36 ആണ്. 36 നിന്നും 24 മൈനസ് ചെയ്തിട്ട് 36ന്റെ ചിഹ്നമായ മൈനസ് ഇട്ട് കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉത്തരം ഫൈനലി ഇങ്ങനെ വരും, 5. ഇനി ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല, ഞാൻ അവിടെ ഇൻറ്റു കൊടുക്കുന്നു. 5 ഗുണം 24 നിന്നും 36 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അതാ നോക്കിയ, വലുതിൽ നിന്നും ചെറുത് മൈനസ് ചെയ്താൽ 12, 36 നിന്ന് 24 മൈനസ് ചെയ്താൽ 12, വലുതിന്റെ ചിഹ്നം മൈനസ്, ആ മൈനസും കൊടുക്കുന്നു. എന്ന് വെച്ചാൽ നമുക്കിനി കിട്ടാൻ പോകുന്ന സം, തുക എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് സംഖ്യ ആവാൻ പോവുകയാണ്. നോക്കിക്കോളൂ, ഈസ് ഈക്വൽ ടു 12ഉം 5ഉം കൂടി ഗുണിച്ചാൽ 12 ഗുണം 5 60 വരുന്നു. കൂടാതെ ഇവിടെ ചിഹ്നത്തിന് പ്രസക്തിയുണ്ട്. ഇതിന്റെ ചിഹ്നം പോസിറ്റീവും ഇതിന്റെ ചിഹ്നം നെഗറ്റീവും ആണ്. ഒരു പോസിറ്റീവ് സംഖ്യയും ഒരു നെഗറ്റീവ് സംഖ്യയുടെ ഗുണിച്ചാൽ ഉത്തരം നെഗറ്റീവ്. ആ നെഗറ്റീവ് ഇവിടെ എഴുതണം. അങ്ങനെ നമ്മുടെ തുക -60. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. അതിൽ ഒന്നാമതായിട്ട് ഞാൻ പറയുമ്പോൾ അതിന്റെ ഡെഫിനിഷൻസ് നിങ്ങൾ മനസ്സിലാലോചിക്കുക. ഒന്നാമതായിട്ട് നമ്മൾ പഠിച്ചത്, ഈ ക്ലാസ്സിൽ ഇന്ന് ആദ്യം പഠിച്ചത് ശ്രേണി എന്നാൽ എന്ത്, വാട്ട് ഈസ് എ സീക്വൻസ്.
എന്താണ് ഒരു സീക്വൻസ്, സീക്വൻസിന്റെ പ്രത്യേകത. രണ്ടാമതായി നമ്മൾ പഠിച്ചു എങ്ങനെയുള്ള സീക്വൻസുകളാണ് അരിത്മെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി ആകുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യ പദം എഫ്, കോമൺ ഡിഫറൻസ് ഡി, അതുപോലെ നമ്പർ ഓഫ് ടൈംസ് എൻ, ഈ 3 അക്ഷരങ്ങൾ. അതിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്ന രീതിയൊക്കെ നന്നായി മനസ്സിലാക്കി വെച്ചോണം, ഒരു കാരണവശാലും മറക്കരുത്. പിന്നെ നമ്മൾ പറഞ്ഞ അടുത്ത കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു സമാന്തര ശ്രേണിയുടെ n പദങ്ങളുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക. കുറച്ച് പദങ്ങൾ നമുക്ക് തന്നിട്ട് ആ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക എന്നൊക്കെ ചോദിച്ചാൽ എങ്ങനെ അതിന്റെ ഉത്തരം കണ്ടുപിടിക്കും? അതിന് 2 സമവാക്യം നമ്മൾ പഠിച്ചു. സമവാക്യങ്ങൾ ഓർത്തോണം. Sn is equal to n/2 into 2f plus n-1 into d എന്ന് പറയുന്ന സമവാക്യവും, പിന്നെ ഒരു ശ്രേണിയുടെ ആദ്യ പദവും അവസാന പദവും തന്നാൽ ആദ്യ പദം മുതൽ അവസാന പദം വരെയുള്ള ആ ശ്രേണിയുടെ തുക കണ്ടുപിടിക്കുന്നതിന് Sn is equal to n/2 into ആദ്യ പദം പ്ലസ് അവസാന പദം അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം എന്ന സമവാക്യം ഉപയോഗിക്കും. അപ്പൊ തുക കണ്ടുപിടിക്കാൻ 2 സമവാക്യം. പിന്നീട് നമുക്ക് എന്നിന്റെ വാല്യൂ തന്നില്ലെങ്കിൽ നമ്മൾ ആ എന്നിന്റെ വാല്യൂ കാണാൻ ഉപയോഗിക്കുന്ന സമവാക്യം അതും ഇമ്പോർട്ടന്റ് ആണ്. n is equal to, അതായത് നമ്പർ ഓഫ് ടൈംസ് പദങ്ങളുടെ എണ്ണം സമം അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം +1. ആ +1 മാറിക്കിടക്കണം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ലാസ്റ്റ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ബൈ കോമൺ ഡിഫറൻസ് +1. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്തത്. നമ്മുടെ അടുത്ത ക്ലാസ്സുകൾ, തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചു പഠിക്കുക. ശരി, ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീട്ടിൽ സുരക്ഷിതരായി തന്നെ ഇരിക്കുക, നന്നായി പഠിക്കുക.